TG പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഒരു 4-5 അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അതൊരു പ്രസംഗത്തിലാണ് പറഞ്ഞത്, അങ്ങനെ സ്വർണം വാങ്ങുന്നത് നിങ്ങൾ കുറയ്ക്കണം, പരമാവധി ചിലവുകൾ കുറയ്ക്കണം, യാത്രകൾ പറ്റുമെങ്കിൽ വർക്ക് ഫ്രം ഹോം നോക്കണം, അതുപോലെ വിദേശ യാത്രകൾ പറ്റുന്നെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കരുതലിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യങ്ങൾ പറയുമ്പോൾ അതൊരു എന്തോ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ? സൂചനയാണ്. അത് ഇത്രയും താമസിച്ച് എന്താണെന്ന് മാത്രമേ എനിക്ക് നോട്ടുള്ളൂ. ഈ പൊതുവേ നമ്മളിപ്പോൾ ഭാരതീയരുണ്ടല്ലോ, സുഖിമാന്മാരായിട്ട് മാറി 2014 ശേഷം. എവറിത്തിങ് ഈസ് എപ്ലെൻറ്റി. എല്ലാ സാധനവും ആവശ്യത്തിന് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ആൾക്കാരുടെ പോക്കറ്റിൽ പണമുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് അവിടെ ചില പോക്കറ്റുകളിലായിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു സെലിബ്രേറ്റഡ് ലൈഫ് സ്റ്റൈലായിട്ട് മാറി. കേരളത്തിലിപ്പോൾ കാറില്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ്. സൈക്കിള് ആർക്കുമില്ല, ബൈക്കാണ് സ്റ്റാൻഡേർഡ്. അതല്ലെങ്കിൽ കാൽനട. അത് ഗ്രാമപ്രദേശത്ത് ആരെങ്കിലും ബൈക്കോ സൈക്കിളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ളവർക്ക് വെഹിക്കിളില്ലായിരിക്കും. അതർവൈസ് എല്ലാവരും വെഹിക്കിളുള്ളവരാണ്. ഇത് ഇങ്ങനെ ജീവിച്ച് ഇപ്പോൾ 12 വർഷമായി ഇതങ്ങ് സുഖിച്ചു. പുതിയ തലമുറയ്ക്ക് മോദിക്ക് മുമ്പും ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഈ പറഞ്ഞ വലിയ കഷ്ടതകൾ സാമ്പത്തിക രംഗത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ മാതിരി കഷ്ടതയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോണിൽ കളിച്ചിങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ ഇപ്പോൾ ചിലവ് ചുരുക്കണം എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ മക്രോണി എന്ന് പറഞ്ഞ സാധനം തിന്നിട്ടുണ്ട്, അരിയില്ലാഞ്ഞിട്ട്. മക്രോണി എന്ന് പറഞ്ഞ് കഥാപ്രസംഗം വരെ ഉണ്ടായി EMS സർക്കാരിന് വിമോചന സമരത്തിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ മക്രോണി എന്ന് പറഞ്ഞാൽ ഒരു തരം ധാന്യം പോലത്തെ സാധനമാണ്. അത് നമുക്ക് അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. അതാണ് മക്രോണി. അന്ന് അരിയില്ല, എന്ത് ചെയ്യും? അങ്ങനെയാണ് അരി എവിടെ, തുണി എവിടെ, പറയൂ സർക്കാരെ. കേരളത്തിലെ ആദ്യത്തെ കത്തുന്ന മുദ്രാവാക്യം അതായിരുന്നു. അരിയില്ല, തുണിയില്ല. ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. ബർമ്മയിൽ നിന്ന് വേണം അരി വരാൻ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയുടെ PL 480 സ്കീമിൽ ഗോതമ്പും പാൽപ്പൊടിയും പിന്നെ റവയും അവരെ അയച്ചിട്ട് ആ റവ കൊണ്ടാണ് സ്കൂളുകളിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തതും പിള്ളേർക്ക് പാൽ കൊടുത്തതും. ഇത് കഴിഞ്ഞിട്ട് സിമൻറ്റിന് പെർമിറ്റ് വേണമായിരുന്നു. ജില്ലാ കളക്ടറെ സപ്ലൈ ഓഫീസറുടെ പെർമിറ്റ് വേണം. ആ പെർമിറ്റും വാങ്ങിച്ചുകൊണ്ട് പോയാൽ സിമൻറ്റ് കടയിൽ നിന്ന് നമുക്ക് സിമൻറ്റ് തരുള്ളൂ. പഞ്ചസാരയ്ക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു, മണ്ണെണ്ണയ്ക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു, ഇതിനൊക്കെ റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി. ഇപ്പോൾ എല്ലാവർക്കും റേഷൻ കാർഡ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് എടുത്തു വയ്ക്കും എന്നുള്ളതല്ലാതെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്ന എത്ര പേരുണ്ട്? അത് വാങ്ങിയാൽ തന്നെ കോഴിക്കിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. കോഴിക്കും പന്നിക്കും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കുക. അത്രയ്ക്ക് അബൻഡൻസായി. അപ്പോൾ അതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത വരുന്നു. സ്വർണം, നമ്മുടെ എല്ലാ ചാനലിലും ഡെയിലി 3 തവണ സ്വർണ്ണവില കാണിക്കും. സ്വർണം ഒരു അവശ്യ വസ്തുവാണ്. ആവശ്യമുണ്ടാകാം സ്വർണം, പക്ഷേ എസെൻഷ്യൽ കമ്മോഡിറ്റി അല്ല സ്വർണം. പക്ഷേ സ്വർണത്തിൻ്റെ വില കാണിക്കുന്നു. അരിവില കാണിക്കുന്നില്ല, പാവയ്ക്ക, പടവലങ്ങ ഇതിൻ്റെ ഒന്നും വില കാണിക്കില്ല. വെളിച്ചെണ്ണ, റബ്ബർ ഇതിൻ്റെ വില കാണിക്കുന്നില്ല. പത്രങ്ങളിൽ അങ്ങാടി നിലവാരം എന്ന് പറഞ്ഞതിൻ്റെ വില നിലവാരം വരുമായിരുന്നു. അതും ഇപ്പോൾ നിർത്തി. കമ്പോള നിലവാരം എന്ന് പറഞ്ഞു. റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം കമ്പോള നിലവാരം. ഗ്രാമപ്രദേശത്തൊക്കെ എല്ലാ മനുഷ്യരും കേൾക്കുമായിരുന്നു. വെളിച്ചെണ്ണയുടെ വില എത്ര, കൊപ്രയുടെ വില എത്ര, കൊപ്ര പുകരാശി എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുണ്ട്. ഇതൊക്കെ നിന്നു. ബിക്കോസ് യു ഹാവ് അബൻഡൻ്റ്. അതിന് എത്ര വിലയായാലും എന്താ, വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശുണ്ട് ഈ രീതിയിൽ. അപ്പോൾ ഇപ്പോൾ
ഇതൊന്നും നിർത്തിവെക്കുമെന്ന് മോദി പറഞ്ഞിട്ടില്ല, ഇതൊന്ന് കുറയ്ക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. സ്വർണം ആര് പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ സ്വർണം വാങ്ങും, അത് മോദിക്കും അറിയാം. അതൊന്ന് കുറയ്ക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അത് കുറപ്പിക്കാനുള്ള ഒരു മാർഗം, 10 പവൻ വാങ്ങുന്ന ആൾ 8 പവനാക്കാനുള്ള ഒരു മാർഗം ഇതിന് വില കൂട്ടുക എന്നുള്ളത്. 10 പവനുള്ള കാശൊക്കെ വായുചിത്ത് ശരിയാക്കിയൊക്കെ വെച്ച് 10 പവൻ വാങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് സ്വർണ്ണത്തിൻ്റെ വില ടക്കെന്ന് പറഞ്ഞു ഡ്യൂട്ടി കൂട്ടി സ്വർണ്ണ വില കൂട്ടി. അപ്പോൾ വായുചിത്തിൻ്റെ ഭാര്യ പറയുന്നത് നമുക്ക് 8 പവനാക്കാം, അല്ല അടുത്ത മാസം വേണ്ട അടുത്ത മാസം ചിലപ്പോൾ ഇത് കൂടുതലാണെങ്കിലും ഇപ്പോൾ തന്നെ 8 അത് വാങ്ങും. ഈ രീതിയിൽ കൺസംഷൻ കുറയ്ക്കാനാണ് ഈ ഡ്യൂട്ടി കൂട്ടിയിരിക്കുന്നത്. ഇനി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കണം. കാരണം ഇതുവരെ അവർ പിടിച്ചു നിന്നത് റഷ്യൻ ഓയിൽ അന്ന് വലിയ ബഹളമായിരുന്നില്ല. റഷ്യയിൽ നിന്ന് വില കുറച്ച് എണ്ണ കിട്ടുന്നു, അതിൻ്റെ ബെനിഫിറ്റ് ഉപഭോക്താവിന് കിട്ടുന്നില്ല എന്ന് 1-2 തവണ കുറയ്ക്കുകയൊക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ മുഴുവൻ ഇത് കൊടുത്തില്ല, കൺസ്യൂമറിന് കൊടുത്തില്ല. 86,000 കോടി രൂപ ഈ ഓയിൽ കമ്പനികൾക്ക് അന്ന് സർപ്ലസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ആ 86,000 കോടി രൂപയാണ് ഫെബ്രുവരി 28 മുതൽ ഈ വില ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് അവർ ഉപയോഗിച്ചത്. ഇപ്പോൾ അവരുടെ 86,000 കോടി തീർന്നു. നൗ യു ഹാവ് ടു ഇൻക്രീസ്. നമ്മളുടെ കയ്യിൽ ബഫർ സ്റ്റോക്കുണ്ട്, ആ സ്റ്റോക്ക് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിനിടയ്ക്കൊരു പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായെന്ന് വെച്ചോ, എന്ത് ചെയ്യും ഡീസലിനും പെട്രോളിനും? പട്ടാളക്കാരുടെ ടാങ്കിന് ഒഴിക്കാൻ ഡീസലില്ല എന്നുള്ള കണ്ടീഷൻ വരും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് കയ്യിൽ വെച്ചേ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ആ ഗ്രേസ് രാഹുൽ ഗാന്ധിക്കില്ല. ആരാ അങ്ങേരുടെ അഡ്വൈസേഴ്സ് എന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഇത് പ്രസംഗിച്ച് കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി പരസ്യ പ്രസ്താവന കൊടുക്കണം. കോൺഗ്രസ് പ്രധാനമന്ത്രിയോട് സഹകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്ക് ചൈനയിൽ കോൺടാക്ട്സ് ഉണ്ട്, ഇറാനിൽ കോൺടാക്റ്റ് ഉണ്ട്, അമേരിക്കയിൽ കോൺടാക്റ്റ് ഉണ്ട്, പല രാജ്യങ്ങളിലും ഞങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ട്. ആസ് എ പാർട്ടി, നോട്ട് ഓൺലി ആസ് എ പാർട്ടി, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല നേതാക്കളുമുണ്ട്. ഷാൽ ഐ ഡൂ സംതിങ് ഫോർ ദ കൺട്രി? അതെന്ത് ചെയ്യണം എന്നുള്ളത് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും മാത്രമിരുന്ന് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് രാഹുൽ ഗാന്ധി ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് പറക്കുന്നു, മറ്റ് ചില രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു. ദർ ഇസ് ആൻ എമർജൻസി. അത് ഈ പര്യടനം കഴിഞ്ഞ് രാഹുൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 543 ലോക്സഭാ സീറ്റിൽ പകുതി സീറ്റ് രാഹുൽ ഗാന്ധിയുടെ പോക്കറ്റിലിരിക്കും. ഈ രാഷ്ട്രീയ ബോധം ഈ മനുഷ്യനില്ലേ? സ്റ്റേറ്റ്സ്മാനായിട്ട് നിങ്ങൾ കാണപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റേച്ചർ പെട്ടെന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഉയരും. ഇപ്പം നിങ്ങൾ തീരെ ചെറുതും പപ്പു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നാശമായിട്ട് നിൽക്കുന്നു. മോദി ടവറിങ് ഫിഗറായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ സാമർഥ്യം, നിങ്ങളുടെ ഓഫർ ഫോർ കോപ്പറേഷൻ, അല്ല മോദിയെ പരിഹസിക്കുക, അതൊന്നുമല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ പ്രതിസന്ധി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വായിച്ച് നോക്ക്, 90 ലക്ഷം ആൾക്കാർ നമ്മുടെ ഗൾഫിലുണ്ട്. ഇതുവരെ ദൈവാധീനം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇറാനാണെങ്കിൽ വെറി പിടിച്ച് നിൽക്കുകയാണ്. ആരെയൊക്കെയാണ് അവൻ തല്ലുന്നത്, ആരൊക്കെയാണ് അവനെ തല്ലുന്നത്? ഇത് അമ്പലപ്പറമ്പിലെ അടി പോലെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒരുപാട് പേര് തല്ലുന്നു. ഇപ്പം നമ്മുടെ ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കണ്ടേ? അവർ ഗൾഫിൽ പോയി, അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. യൂറോപ്പിലുള്ളവർ, അമേരിക്കയിലുള്ളവരൊക്കെ പലരും അവിടെ പൗരത്വമൊക്കെ എടുത്ത് കാണും. ഗൾഫിൽ അങ്ങനെയല്ലല്ലോ, ഇവരെ പൗരന്മാരാകാൻ സമ്മതിക്കില്ല. അവർക്ക് ഏക ആശ്രയം ഭാരതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. 90 ലക്ഷം പേര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നു? അതിനൊരു ഡിസൈനാണ് ഈ UAE-യുമായിട്ടുള്ള സ്പെഷ്യൽ ബന്ധം. ഇപ്പോൾ നമ്മൾ UAE-യുടെ ഭാഗത്താണ്. വി സ്റ്റാൻഡ് വിത്ത് UAE എന്ന് പറഞ്ഞ് നമ്മൾ പ്രസ്താവന ഇറക്കി. UAE ഇറാൻ ആക്രമിച്ചപ്പോൾ കം വാട്ട് മേ വി സ്റ്റാൻഡ് വിത്ത് UAE. UAE-യുടെ ഫുജൈറ പോർട്ട് ഇവർ ആക്രമിച്ചു, ഇറാൻ. ഫുജൈറ വാസ് എ ബൈപ്പാസ് ഫോർ ഈ ഹോർമുസ് ഇങ്ങനെ, ഫുജൈറ ഇങ്ങനെ, ഹോർമുസും കഴിഞ്ഞ് ടെർമിനൽ. ഹോർമുസിൻ്റെ അത്രയും കപ്പാസിറ്റി ഒന്നുമില്ല, പൈപ്പ് ലൈൻ വഴിക്കുമൊക്കെ വേണം അവിടെ എണ്ണ വരാൻ. ബട്ട് സ്റ്റിൽ വലിയ ടെർമിനലാണ്. അതിനെയാണ് ഇറാൻ ആക്രമിച്ചത്.
അപ്പോൾ ഇന്നലെ വാർത്ത വന്നു, UAE ചരിത്രത്തിലാദ്യമായിട്ട് ഇറാൻ്റെ എണ്ണ ശേഖരത്തിലേക്ക്, റിഫൈനറിലേക്ക് അറ്റാക്ക് നടത്തി. അവരിന്ന് വരെ അറ്റാക്കില്ല, ഡിഫൻസ് ആയിരുന്നു അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവർ അയൺ ഡോം വാങ്ങി ഇൻസ്റ്റോൾ ചെയ്ത് ഇസ്രായേൽ സൈന്യം അവിടെ വന്നിട്ട് അവരാണ് അയൺ ഡോം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ UAE-കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ള സ്ഥിതി വരുമല്ലോ. അപ്പോൾ UAE-യെ ഓപ്പണായിട്ട് ഇസ്രായേൽ പിന്തുണയ്ക്കുകയാണ്. അടുത്തത് സൗദി ആയിരിക്കും. സൗദിയെയും ഇസ്രായേൽ ഓഫർ കൊടുത്തിട്ടുണ്ട്, സൗദി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദി പതുക്കെ പിന്നാലെ വരും. നമുക്ക് നമ്മുടെ 90 ലക്ഷം പേരെ ഇൻ കേസ് ഓഫ് എമർജൻസി, ഞാനൊരു ഇമാജിനേഷൻ പറയുന്നു, 90 ലക്ഷം പേരെ നമുക്ക് മൂവ് ചെയ്യണം. ഗൾഫിൽ പല സ്ഥലത്തായിട്ടുള്ള ആൾക്കാർ സേഫ്റ്റിക്ക് വേണ്ടി തൽക്കാലം ഒന്ന് മൂവ് ചെയ്യണം, UAE-യിൽ മൂവ് ചെയ്യാം. 90 ലക്ഷം പേർക്ക് കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഡീസൻ്റായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള സ്ഥലമാണ് UAE. ബോൾഡായിട്ട് ഇറാനുമായിട്ട് പാകിസ്ഥാനോട് പോടാപ്പില്ല എന്ന് പറഞ്ഞു ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്നു. ആകെ അവർ UAE നമ്മളെ വന്ന് കണ്ടു, അത് കഴിഞ്ഞാണ് ഇപ്പോൾ മോദി അങ്ങോട്ട് പോകാൻ പോകുന്നത്. പ്ലസ് റഷ്യയെ പോയി കണ്ടു. ഇസ്രായേൽ സഹായിക്കാമെന്ന് പറഞ്ഞു. നമ്മളും ഇസ്രായേലും തമ്മിലും ഗുഡ് ടേംസിലാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, വേറെ ഒരു കാര്യവും നോക്കാനില്ല. അവിടെയുള്ള 10 ലക്ഷം ആൾക്കാരുടെ സുരക്ഷ, അവരുടെ ജോലി, ഇനി അഥവാ ജോലിക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ തന്നെ ടെമ്പററി അവർക്ക് ഒരു ഷെൽട്ടർ വേണമല്ലോ, മനുഷ്യന് കിടക്കണ്ടേ. ഇതെല്ലാം ചെയ്യാൻ UAE-ക്ക് സാധിക്കും. രാഹുൽ ഗാന്ധിക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ നല്ല ഓപ്പർച്യൂണിറ്റി. രാഹുൽ ഗാന്ധി പറയാണ്, MOU സൈൻ ചെയ്തതാണല്ലോ ചൈനയുമായിട്ട്. രാഹുൽ ഗാന്ധി പറയുന്നത്, ഞാനവിടെ പോയിട്ടേ ആ ചേട്ടനോടൊന്ന് പറഞ്ഞ് നോക്കാം, നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അപ്പോൾ മോദി പറയും, ഒന്ന് ശ്രമിച്ചു, ഒരു കാര്യം ചെയ്യും, ഷീ ജിൻപിങ്ങിനോട് പറയണ്ട, പുള്ളിക്ക് വയസ്സൊക്കെ ആയി, ചെവിയൊന്നും കേൾക്കില്ല, മറ്റേ പുള്ളി ഉണ്ടില്ല, വാങ്ങിച്ചു, പുള്ളി ഒന്ന് മുട്ടി നോക്ക്. അപ്പം ഞാനിപ്പുറത്തൂടെ ഈജിപ്തിലൊന്ന് പോയിട്ട് അതുവഴി UAE-യിൽ കയറിയിട്ട് ഞാനിവിടെ വരാം. ശരി, പോയി നടന്നില്ലെങ്കിൽ പോട്ടെ. രാഹുൽ ഗാന്ധിയുടെ സ്റ്റേച്ചർ വർദ്ധിക്കില്ലേ? എന്ത് മണ്ടത്തരം വേണം. അതിന് പകരം രാഹുൽ ഗാന്ധി ഇയാളുടെ പിടിപ്പുകൾ, എന്ത് പിടിപ്പുകൾ? 3 രാജ്യങ്ങൾ തമ്മിൽ അവിടെ ലോകമഹായുദ്ധം നടക്കുന്നു. അത് മോദി ഇടപെട്ട് നിർത്തിയില്ല. ഇവിടെ ഈ 3 പേരുടെ യുദ്ധം നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല, സ്വന്തം കീഴിലുള്ള 3 പേർ. എന്നിട്ട് മോദിയുടെ തലയിൽ കയറുന്നത്, യുദ്ധം നിർത്താത്തത് എന്താ? മധ്യസ്ഥത വഹിക്കാൻ. മധ്യസ്ഥത വഹിക്കാൻ അങ്ങോട്ട് ചെല്ല്. ഇപ്പോൾ പാകിസ്ഥാൻ മധ്യസ്ഥനാകാൻ പോയിട്ട് ചക്രശ്വാസം വലിക്കുകയാണ്. പാകിസ്ഥാൻ കുരുങ്ങിയതറിയില്ലേ? അങ്ങനെ നമ്മൾ വെറുതെ എന്തിനാ വല്ലവരുടെയും വഴക്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കി. ഇപ്പോൾ എൻ്റെ അറിവിൽ 42 43 സ്ഥലത്തു നിന്നാണ് നമ്മൾ എണ്ണയും ഗ്യാസും ഒക്കെ കൊണ്ടുവരുന്നത്. അന്നും ഇവർ മോദിയെ ചീത്ത പറഞ്ഞു, ഇത്രയധികം ഫോറിൻ ടൂർ നടത്തുന്നു എന്ന് ചോദിച്ചു. ഇങ്ങനെ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചു. എനിക്കും തോന്നിയതാണ്, ബുർക്കിനോ ഫാസോ, ബ്രൂണൈ സുൽത്താൻ, ഈ പുള്ളി അന്വേഷിച്ചുകൊണ്ടിരുന്നത് 1 ലിറ്റർ എണ്ണ കിട്ടുമെങ്കിൽ അത് മേടിക്കാനായിട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരുന്നത്. എവിടെ നിന്ന് എന്ത് കിട്ടും? അതുകൊണ്ടാണ് ഇപ്പോഴും ഈ വാചകം അടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നത്, എണ്ണ വില കൂട്ടണം, പെട്രോളിൻ്റെ വില കൂട്ടണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ അത്യാവശ്യം സഞ്ചരിക്കുന്നത് യൂബറിലാണ്, അല്ലെങ്കിൽ ഓലയാണ്. ഇതിൻ്റെ പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ വില കൂടി കഴിയുമ്പോൾ ഓലയ്ക്കും ഊബറിനും ഈ ചാർജ് കൂട്ടേണ്ടി വരും. കൂട്ടിക്കഴിയുമ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും, ഞാൻ ബസ്സിലേക്ക് മാറും. അപ്പോൾ ഫ്യൂവലിൽ കൺസംഷനിൽ കുറവ് വരും. ഇതാണ് സർക്കാർ ചെയ്യുന്നത്. സ്വർണത്തിൻ്റെ ഡ്യൂട്ടി കൂട്ടുക, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുക. എന്നാൽ അത്യാവശ്യത്തിന് കിട്ടാനുമുണ്ട്. പിന്നെ റേഷനിങ് വരും. ഡീസൽ 200 ലിറ്റർ കൂടുതൽ അടിക്കുകയില്ല ഒരു പമ്പിൽ നിന്ന്. പെട്രോള് അങ്ങനെ ആ രീതിയിൽ ഒരു നിയന്ത്രണം വരും. ഈ നിയന്ത്രണത്തിലൂടെ കടന്നു വന്നാണ് നമ്മളിവിടം വരെ എത്തിയതെന്നും നമ്മൾക്കിനിയും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കുറച്ച് കാലത്തേക്ക് പാലിക്കണമെന്നും മനസ്സിലാക്കിയാൽ നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടും. നമ്മൾ സുഖലോലുപലായിട്ട് ധാരാളികളായിട്ട് വളർന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ യങ്ങായിരിക്കുന്ന ചെറുപ്പക്കാരും ഈ നിയന്ത്രണങ്ങളൊന്നും കണ്ടിട്ടില്ല.
സാധാരണ യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷേ കാർഗിൽ യുദ്ധത്തിൽ വാജ്പേയി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞില്ല, ജനങ്ങൾ സുഖമായിട്ടും കഴിഞ്ഞു. മറ്റത് മിണ്ടരുതെന്നാണ്, ഒരു മനുഷ്യൻ മിണ്ടിപ്പോരുത്, ഒരു ജാഥ പ്രകടനം ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ വാജ്പേയി അത് ചെയ്തില്ല. കാർഗിൽ യുദ്ധം നടന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു, നമ്മളിപ്പോൾ എൻജോയ് ചെയ്തില്ലേ. അടിയന്തരാവസ്ഥയൊന്നും ഉണ്ടായില്ല. വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് അത് ചെയ്യാം, ഭരണഘടനയിൽ വകുപ്പുമുണ്ട്, അത് ചെയ്തില്ല. ഇങ്ങനെ ഒരു പാമ്പേർഡ് ചൈൽഡായിട്ട് നമ്മൾ മാറി, ചോദിക്കുന്നതെല്ലാം വാങ്ങിത്തരുന്ന ഒരു അച്ഛൻ, അങ്ങേരുടെ സംരക്ഷണയിൽ വരുന്ന കുട്ടി എങ്ങനെ ഇരിക്കും? അപ്പോൾ അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ കുട്ടിക്ക് ദേഷ്യം. അതൊരു നല്ല സ്വഭാവമല്ല. ഇങ്ങനെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ യുദ്ധമാണ്, പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നേരിടാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. മാത്രമല്ല, ഈ 90 ലക്ഷം ആൾക്കാരുടെ ഓർമ്മ എപ്പോഴും നമുക്കുണ്ടായിരിക്കുകയും വേണം. 90 ലക്ഷം ആൾക്കാർ മലയാളികളായതുകൊണ്ട് അങ്ങ് സുഖിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അവർ മലയാളികളല്ല. 90 ലക്ഷവും മലയാളികളല്ല, ഇന്ത്യക്കാരാണ്. അതിനകത്ത് തമിഴന്മാരുണ്ട്, ഗുജറാത്തുകളുണ്ട്, വഴിയെ പോയവരൊക്കെ ഉണ്ട്. സോ നമുക്കൊരു ഉത്തരവാദിത്വം വേണ്ടേ നമ്മുടെ ആൾക്കാരെ ചൊല്ലി? അതുകൊണ്ട് എന്തും ചെയ്യാം, എവിടെയും പോയി ഇടപെടുക, വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്ത് ഇറാൻ, അപ്പുറത്ത് ഗൾഫ് നാടുകൾ, അവിടെയാണ് നമ്മുടെ ആൾക്കാർ. ഇറാനിലുണ്ട് 150 പേരെ മറ്റേ ഇപ്പോഴും. എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു പോരും വന്നിട്ടില്ല. 150 എണ്ണോ മറ്റേ ഇറാനിൽ കിടപ്പുണ്ട് ടെഹ്റാനിൽ. പോവില്ല. അവസാനം അവിടെ ആറ്റം ബോംബിട്ട് പണ്ടാറടങ്ങി കഴിയുമ്പോൾ അവിടെ നിലവിളിക്കും, ചേട്ടാ ഒരു വിമാനം അയക്കുക, എനിക്ക് ഇവിടെ വരണം, മല്ലപ്പള്ളിയിൽ വരാനുള്ളതാണ്. നീ ഇതുവരെ പോകുന്നില്ലേ? അവനവിടെ കിടക്കുക ചായക്കടയുമായിട്ട്. എന്തു ചെയ്യും? ഇതാണ് നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം. പക്ഷെ നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഞാനോ വായിച്ചത്തോടെ പോയി കഴിഞ്ഞ് ഇതേപോലെ പെരുമാറും. നമ്മുടെ ഒരു കോമൺ ട്രെൻഡാണത്. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി. ബട്ട് ഈ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് റെക്കലെസ്സായിട്ട് ഏറ്റുമുട്ടാനും പിടിക്കാനും നരേന്ദ്രമോദി പോകാത്തത്. അല്ലെങ്കിൽ വെറുതെ പോയി ജനങ്ങളെപ്പറ്റിയൊന്നും ബോധ്യമില്ലാത്ത ആളാണെങ്കിൽ ഇതിന് മുമ്പേ പോയിട്ട് ആ ഡിസ്പ്യൂട്ടിൽ തലവെച്ചിട്ട് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴക്കും പ്രശ്നമൊക്കെ ആയി നമ്മുടെ നേവിയെ ബലി കൊടുക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മളതൊന്നും ഇല്ലാതെ ഈ അമ്പലപ്പറമ്പിലെ അടിയിൽ നമ്മൾ നമ്മുടെ കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെടുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞാനൊന്ന് പൊക്കോട്ടെ, പോയില്ല, വേഗം അടി വരുന്നു. നമ്മുടെ കപ്പൽ ഇറങ്ങിക്കൊണ്ട് പോരും. ഇപ്പോഴും 1600 കപ്പലാണ് ഹോർമൂസ് കടലിടുക്കിൽ കിടക്കുന്നത്. അതിൽ 20 എണ്ണമാണ് ഇന്ത്യയുടെ. 1600-ൽ 20. ബാക്കി മറ്റു രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ആരാ മിടുക്കന്മാർ? നമ്മൾ തന്നെയല്ലേ. 20 കുരുങ്ങിയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി പ്രധാനമന്ത്രിയോട് സഹകരിക്കുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. പ്രതിപക്ഷം അത് ചെയ്യില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി.